കോടികൾ മുടക്കി ആവിഷ്കരിച്ച ജൈവസമ്പത്തിന്റെ കലവറയായ കരമനയിലെ ബയോ പാർക്കിൽ കൃത്യമായ പരിപാലനമില്ല. കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം ബയോ പാർക്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ധാരാളം തണൽ മരങ്ങൾ ഉള്ളതിനാൽ സായാഹ്നങ്ങളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നയിടത്താണ് ഈ കാഴ്ച. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള കരമന കിള്ളിയാർ ശാസ്ത്രീയ മാതൃകാ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് കരമന ബയോ പാർക്ക് ആവിഷ്കരിച്ചത്. കരമന നദിയോട് ചേർന്ന് മുളകൾ, പൈൻ, ഒതളം, അപൂർവ ഇനം മരങ്ങൾ തുടങ്ങി 100-ലധികം തണൽ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനും നദീതീരത്തെ മലിനീകരണം ഒഴിവാക്കുന്നതിനുമായിരുന്നു ബയോ പാർക്കിന്റെ ലക്ഷ്യം. പരിപാലനമില്ലാത്ത നദിയിലേക്കുള്ള പടവുകളിലും ഇരിപ്പിടങ്ങളിലും കരിയിലകൾ നിറഞ്ഞു കിടക്കുകയാണ്. രാത്രിയുടെ മറവിൽ കോർപ്പറേഷൻ ജീവനക്കാർ തന്നെ ഇവിടേക്ക് മാലിന്യം തട്ടുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. കോർപ്പറേഷൻകാരാണ് കൊണ്ടുവന്നിറങ്ങുന്നത്. അത് ഞാൻ ഒരിക്കൽ കോർപ്പറേഷൻകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കൗൺസിലറാണ് പറഞ്ഞാണ് അനുവാദം തന്നാണ് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതെന്ന് പറഞ്ഞു. ഇത് വേറെ പുറത്തുനിന്ന് അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന വേസ്റ്റുകളാണ് കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യണത്. നമ്മളെ പിള്ളേർ ഇവിടെ ക്ലാസ്സിൽ ഇവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്, അതിൻ്റെ ബാക്കിൽ ഫ്രണ്ടിലുള്ള. അവരടുത്ത് എത്ര പറഞ്ഞാലും അവർ കേൾക്കുന്നില്ല. ചില ഭാഗങ്ങളിൽ ഫെൻസിംഗ് പൊളിഞ്ഞതും കാവൽക്കാരില്ലാത്തതും സാമൂഹിക വിരുദ്ധർക്ക് യഥേഷ്ടം പ്രവേശിക്കാൻ അവസരം ഒരുക്കുന്നു. 25ഓളം സബ് പ്രൊജക്ടുകൾ ഉണ്ടായിരുന്ന പദ്ധതി ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.